സർക്കാർ തുടക്കം മുതൽ ഹർഷിനൻ്റെ കൂടെയാണ്. ആരോഗ്യമന്ത്രി നമ്മൾ ഈ ഒരു കാര്യം വയറ്റിന്ന് പുറത്തെടുത്ത് കത്രിക പുറത്തെടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ആരോഗ്യമന്ത്രിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്ന് മുതൽ ഹർഷിനൻ്റെ കൂടെയാണ് ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും സർക്കാരും ഉള്ളത്. ഇന്ന് സെപ്റ്റംബർ 17, അടുത്ത ഈ വരുന്ന മാസം സെപ്റ്റംബർ 17 ആയാൽ 3 വർഷമായി വയറ്റിന്ന് കത്രിക എടുത്തിട്ട്. ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തോളമായി. അപ്പോൾ ഇതുവരെ ഈ ഒരു നിമിഷം വരെ ഒരു തരത്തിലുള്ള നീതിയോ ഒരു തരത്തിലുള്ള പരിഹാരമോ നമുക്ക് ആയിട്ടില്ല. നമ്മളെ ജീവിതം ദുരിതപൂർണമായി ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മളെ കേസിൽ ഞാൻ നേരിട്ട് കൊടുത്ത് കമ്മീഷണർക്ക് കൊടുത്ത പരാതിന്മേൽ പോലീസ് അന്വേഷിച്ച് ഈ ഡോക്ടേഴ്സ് കുറ്റക്കാരാണ്, 2 ഡോക്ടേഴ്സും 2 സ്റ്റാഫ് നേഴ്സും കുറ്റക്കാരാണ് എന്നുള്ള കുറ്റപത്രം അടക്കം കോടതിയിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് 2 വർഷത്തോളം ആവാനായി. എന്നിട്ട് ഇതുവരെ അതിന് മുന്നോട്ടൊരു നീക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ പോയിട്ട് ഈ ഡോക്ടേഴ്സ് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വാദം കേൾക്കാൻ പോലും തയ്യാറാവാതെ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അവിടെ ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായിരുന്നു അവിടെ വാദിക്കേണ്ടിയിരുന്നത്, ആ വാദം പോലും കേൾക്കാൻ തയ്യാറാതെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു കേസ് ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നീതി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള നീതിയും ഇല്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ. 3 വർഷമായി പോരാട്ടമായി തുടങ്ങിയിട്ട്, 8 വർഷത്തോളമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക്, അതിന് ശേഷം ഒരു സർജറി കഴിഞ്ഞു, ചികിത്സക്കോ ഏതെങ്കിലും തരത്തിലൊരു സഹായം, ഒരു നമ്മളെ സമര പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ആരോഗ്യമന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഹർഷിനക്ക് പരിഹാരം ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നതിൻ്റെ പേരിൽ നമ്മൾ ആ ഒരു സമരം നിർത്തി. ഒരു 2 ലക്ഷം രൂപ പരിഹാരം എന്ന് പറഞ്ഞു. അതൊരിക്കലും നമുക്ക് പര്യാപ്തമല്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. അതിനുശേഷം ഒരക്ഷരം ഒരു തരത്തിലുള്ള ഒരു മറുപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യമന്ത്രിൻ്റെ ഭാഗത്തുനിന്നോ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ശരി. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണക്കാർക്ക് നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷയോടുകൂടിയാണ് പോകുന്നത്. അത്രയും എക്സ്പേർട്ടായ ഡോക്ടേഴ്സായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണല്ലോ. സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നൊരു വിശ്വാസം ഉണ്ടോ നമുക്ക്? അങ്ങനെയുള്ളയിടത്തുനിന്ന് ഇത്രയും വലിയൊരു പിഴവ് സംഭവിച്ചിട്ട് ആ സംഭവിച്ച പിഴവ് ഒന്ന് സമ്മതിക്കാനോ അതിനൊരു പരിഹാരം കാണാനോ ഇതുവരെ ആ ഒരു ഗവൺമെൻറ്റിന് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഞാൻ വെറും ഒരു ഹർഷിനൻ്റെ കാര്യം മാത്രമല്ല, ഒരു സാധാരണക്കാരായാലും ഗവൺമെൻറ്റിന് നമ്മളോടുള്ള ഒരു നിലപാട് കൂടിയാണ് ഈ ഒരു 3 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അത്രയധികം പോരാട്ടങ്ങൾ വരെ, അത്രയധികം തെളിവുകൾ വരെ ഉണ്ടായിട്ട് പോലും ഒരു തരത്തിലുള്ള നീതിയും ഇന്ന് വരായിട്ടില്ല. നമ്മളിപ്പോഴും വേദനകൾ തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർജറിക്ക് മേൽ സർജറികൾ, വെറും ഒരു 33 വയസ്സിനുള്ളിൽ ഒരു 65 വയസ്സിൻ്റെ ഒരു ശാരീരിക ആവശ്യതകൾ അനുഭവിച്ചുകൊണ്ട് ചെറിയ 3 കുഞ്ഞുങ്ങളെ ശരിക്കും പോറ്റാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ എപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ്. ആരോഗ്യമന്ത്രി അത്രയും ഉറപ്പ് തന്നതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നീതി നൽകാൻ കഴിയൂല എന്നുള്ളത് ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരൊന്ന് പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷേ എല്ലാ തെളിവുകളോടും കൂടി 3ാമത്തെ സർജറിയിലാണ് സംഭവിച്ചതെന്നുള്ള ആർക്കും ഒരു സംശയവുമില്ല. MBBS ഒന്നും പഠിക്കേണ്ട ഏതൊരാൾക്കും ആലോചിച്ചാൽ അറിയാലോ, 12 സെൻറ്റിമീറ്റർ ഒരു കത്രികയും വെച്ച് ഒരു പ്രഗ്നൻസി അടുത്തത് എന്തായാലും സാധ്യമാവില്ല. 3ാമത്തേലാണ് സംഭവിച്ച അനുഭവസ്ഥ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പാണ്. ഇനി പുറത്തുനിന്ന് നോക്കുന്നവർക്ക് 3ാമത്തേലാണ്. പിന്നെ വേറൊരു സർജറി എൻ്റെ ശരീരത്തിൽ നടന്നിട്ടുമില്ല. അപ്പോൾ ആർക്കും മനസ്സിലായ കാര്യമാണ്. ഡോക്ടേഴ്സിനറിയാം, ആരോഗ്യമന്ത്രിക്കറിയാം, ആരോഗ്യ വകുപ്പിനറിയാം, ഗവൺമെൻറ്റിനറിയാം, കാണുന്ന എല്ലാ മനുഷ്യന്മാർക്കും പച്ചവെള്ളം പോലെ അറിയാം ഇത് എവിടുന്നാണ് സംഭവിച്ചതെന്ന്. പിന്നെ ഇതെങ്ങനെങ്കിലും നീതി നമുക്ക് നിഷേധിക്കുക എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, സമഗ്ര അന്വേഷണം, വിദഗ്ധ സമിതി അന്വേഷണം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. പക്ഷെ പ്രവൃത്തിയിൽ ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാകുന്നില്ല. സാധാരണക്കാർക്ക് എന്ത് സംഭവിച്ചാലും ഇതുപോലെ നമ്മൾ വീണ്ടും ദുരിതത്തിലേക്ക് പോകാന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഇത്രയും കാലം കൊണ്ട് ജീവിതാനുഭവം തന്നെയാണ്. അത് ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന മുഴുവൻ വേദനകളും 3 കുഞ്ഞുങ്ങളെയും വെച്ച് ഈ പ്രായത്തിനുള്ളിൽ അനുഭവിക്കുന്ന അവസ്ഥയാണ് ഹർഷനയുടേതും. അപ്പോഴാണ് ഈ സംവിധാനം ഒരുമിച്ചുണ്ട് എന്ന വെറും വാക്കുകൾ അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. 26 വയസ്സോ മറ്റേ ഉള്ളൂ സുമയ്യയ്ക്കും. അവരുടെ ശരീരത്തിലാണ് ഈ 50 സെന്റിമീറ്റർ നീളത്തിലുള്ള ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല എന്നുപോലും പറയാൻ കഴിയുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ആർക്കും അറിയുന്നതും അല്ല.